ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മാച്ചിങ് ഷർട്ട്സൊക്കെ ഇട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ ഒരു ജെൻഡർ റിവീൽ പാർട്ടിയാണ്. വേറെ ആരുടെയല്ല, വിശാലിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെയാണ്, ബനനാത്തുൻ്റെയാണ്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടാം, നമുക്ക് പാർട്ടിക്കൊക്കെ പോവാം. അതിന് മുന്നേ നമുക്ക് ഫുഡ് വാങ്ങണ്ടേ. നമ്മളൊരു അറൗണ്ട് 25-30 പീപ്പിളിനുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് പോകുന്നത്. അതിനുള്ള ഫുഡൊക്കെ കൊണ്ട് നമ്മൾ പോവാണ്. മഞ്ഞപ്പാടങ്ങളൊക്കെ കാണാമല്ലോ, സ്പ്രിങ് എത്തിയല്ലോ. സ്പ്രിങ് അല്ല, ഓൾമോസ്റ്റ് സമ്മറായി. ഇവിടെ പ്രാവശ്യം കുറച്ച് നേരത്തെ ചൂടും വെയിലും ഒക്കെ ആയിട്ടുണ്ട്. സോ നല്ല സൺലൈറ്റും അതുപോലെ തന്നെ നല്ല മഞ്ഞപ്പാടങ്ങളും നല്ല അടിപൊളി റോഡ് വ്യൂസും പിന്നെ വീക്കെൻഡ് ആയതിൻ്റെ ഒരു സന്തോഷം, അതിലുപരി ഗേൾ ആണോ ബോയ് ആണോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കൊണ്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ട്രാഫിക്കൊക്കെ കിട്ടിയായിരുന്നു. എന്നാലും നമ്മൾ ഭയങ്കര ലേറ്റ് ആയില്ല, കുറച്ച് ലേറ്റ് ആയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് അവരുടെ അവിടെ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. അപ്പോൾ അതാ അളിയനെത്തി. അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തെടുത്ത് എത്തി. അതാണ് നാത്തൂൻ. സോ ഇവരെല്ലാവരും മാളുവിൻ്റെയും അളിയൻ്റെയും ഫ്രണ്ട്സാണ് കേട്ടോ. ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ജോഷ്ന. ആളുടെ വീട്ടിലാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. ആളും ലിനീഷ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫ്രണ്ടും കൂടിയാണ് ഇത് ഹോൾ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്കാണ് ജെൻഡർ അറിയാവുന്നത്. ഇവിടെ നിങ്ങൾ 3 കേക്ക് കാണാൻ പറ്റുന്നില്ലേ. ഫസ്റ്റ് വൺ അപ്പുവിൻ്റെ കേക്കാണ്, സെക്കൻഡ് വൺ ബോയ് ഓർ ഗേൾ കേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് ഇച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അളിയൻ്റെ കേക്കാണ്. സോ ഒരു പ്രീ ബർത്ത്ഡേ അളിയൻ്റെ, പോസ്റ്റ് ബർത്ത്ഡേ അപ്പുവിൻ്റെ ആൻഡ് ബോയ് ഓർ ഗേൾ ജെൻഡർ റിവീൽ കേക്കുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് ആ കാണുന്നതാണ് അപ്പു. അപ്പോൾ അപ്പു എന്ന് പറയുന്നത് ആൽബി ചേട്ടൻ്റെയും ജോയി ചേച്ചിയുടെയും മോനാണ്. അവരും മാളുവിൻ്റെയും അളിയൻ്റെയും ഫ്രണ്ട്സാണ്. അവരെല്ലാവരും ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ടിങ് തൊട്ടിട്ട് നമ്മൾ ഇന്നത്തെ കലാപരിപാടികളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞു കാര്യം പറയാം. എനിക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ജെൻഡർ റിവീൽ ചെയ്യാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ, അത് റൂൾസിന് അഗെയിൻസ്റ്റ് അല്ലേ. അങ്ങനെ ഇന്ത്യയിൽ ഡെഫിനറ്റ്ലി റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. പക്ഷേ അബ്രോഡുള്ള കുറേ കൺട്രീസിൽ അത് അലൗഡ് ആണ് കേട്ടോ. കാരണം ഇതേപോലെ ജെൻഡർ റിവീൽ പാർട്ടീസും അങ്ങനെ ഓർഗനൈസ് ചെയ്യാനൊക്കെ അവർ നമുക്ക് ഹോസ്പിറ്റലിൽ സ്കാനിങ് കഴിയുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ഇഫ് നമ്മൾ ചൂസ് ചെയ്യുകയാണ് നമുക്ക് അറിയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഡിക്ലൈൻ ചെയ്യാം. അതർവൈസ് നമുക്ക് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നേരത്തെ പറഞ്ഞ ലിനീഷയുടെ ഹസ്ബൻഡാണ് ജെറിൻ. അപ്പോൾ ഇത് ഷേല ചേച്ചിയും ചിബിൻ ചേട്ടനുമാണ്. അവരുടെ ബേബി ബോയ് ഇസു ഉണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ് അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇത് നിഷാം ആൻഡ് ഹിസ് വൈഫ് നെതയാണ്, പാത്തുന്ന് വിളിക്കും. അപ്പോൾ അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഈ ആൾക്കാരെ അറിയാമല്ലോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രസ്സ് മാറിയായിരുന്നു കേട്ടോ. നമ്മളും ബ്ലൂയിലേക്ക് മാറി, നമുക്ക് പിങ്ക് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ബ്ലൂയിലേക്ക് മാറി. ടീം ബ്ലൂ ആണ് കൂടുതൽ കാണുന്നത്. ലെറ്റ്സ് സീ എന്താണെന്ന്. എനിവേസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഉത്തരം കിട്ടുമല്ലോ. നമ്മളും ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതേപോലെ മറ്റൊരു ഫ്രണ്ട് റോസ്ലിയാണ്, അതുപോലെ ജോഷ്നയുണ്ട്, പിന്നെ നമ്മുടെ അളിയൻ്റെ ഫ്രണ്ടാണ് എൽദോ എന്ന് പറയുന്നത്. പിന്നെ ഇതാ ആൽബി ചേട്ടൻ, ജോയി ചേച്ചി, എൻ്റെ അപ്പു. അങ്ങനെ അവൻ്റെ പോസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ചെസ് നമ്പർ 2, നമ്മുടെ അളിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അളിയൻ്റെ പ്രീ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ അഗൈൻ കേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി കേക്ക്സ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ആണ്, ഹോം മെയ്ഡ് കേക്ക്സ് ആണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു രക്ഷയില്ല, എല്ലാം നല്ല വെറൈറ്റി കേക്ക്സ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി കേക്ക്സ് ആയിരുന്നു. നമ്മൾ ഒത്തിരി കേക്ക് കഴിച്ചു, അതും പല ഫ്ലേവേഴ്സിലായിരുന്നു, ചോക്ലേറ്റും കാരമലും അതുപോലെ വാനിലയൊക്കെ. ശരിക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കഴിച്ചായിരുന്നു അത്. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു, ഫോട്ടോ സെഷനൊക്കെ ആയി. ഇനി നമുക്ക് ജെൻഡർ റിവീലിലേക്ക് കടക്കാം. ഒരു നമ്പർ എടുക്കാം, എടുക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചൊട്ടിക്കാണ് വേണ്ടത്. അങ്ങനെ അപ്പൊ എന്തൊരു റോയില് ബോയ് അല്ലെങ്കിൽ ഒരു റോയില് ഗേള് വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ജെൻഡർ അറിയാൻ പോകുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണോ, ഇത് 3 ബോയ് ആണെങ്കിൽ ബേബി ബോയ് ആയിരിക്കും, ഇത് 3 ഗേൾ ആണെങ്കിൽ ബേബി ഗേൾ ആയിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെയാണ് ബോയ് വരുന്നതെങ്കിൽ അത് ബോയ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ സോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് വെർട്ടിക്കലി ആണോ ഡയഗണലി ആണോ അതോ ഹൊറിസോണ്ടലി ആണോ 3 പിക്ചേഴ്സും സെയിം ആവണേന്ന് നോക്കി നിന്നിട്ട് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലി ഒന്നും ആവുന്നില്ല. പക്ഷെ ഡയഗണലി 2 ബേബി ഗേൾ വന്നിട്ടുണ്ട്. ഇനി 3rd വൺ എടുക്കുന്നത് ഗേൾ ആണെങ്കിൽ ഓക്കെ, അപ്പോൾ ഗേൾ ബേബിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ
അതെങ്ങനെ വന്നു? അതിലില്ല. അപ്പൊ നമുക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ എന്താ പഠിക്കാൻ കൊടുക്ക്. ശരി, അത് കൊടുക്ക്. അല്ല, എല്ലാരും ഇങ്ങനെയൊക്കെയുള്ള റിവീൽ ചെയ്യണം. നമുക്ക് കോളയുടെ ക്യാൻഡിൽ റിവീൽ ചെയ്യാം. ഇതിനായിരുന്നോ അത് ഞാൻ പൊട്ടിക്കാം. Come on. Now it's time for a chilled cola. ഇനി ലൊക്കേഷൻ ചേഞ്ച് ഫ്രിഡ്ജിലേക്ക്. സോ ക്ലൂ നമ്പർ 1 അല്ല, ക്ലൂ നമ്പർ 2 അല്ല. അപ്പോൾ പിന്നെ എന്തായാലും ഈ ക്ലൂ നമ്പർ 3 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ചിൽഡ് കോളയുടെ ഉള്ളിലായിരിക്കും കാര്യങ്ങളെല്ലാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, എന്നാൽ ഒരു ഡൗട്ടിൽ എല്ലാവരും കൂടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ലെറ്റ്സ് സീ. Oops, it's already taken by Jyoti. ബേബി അല്ലാതെ ഞാൻ പറയില്ലേ, ജോജിക്ക് അറിയാന്ന്. ജോജിച്ച് സീക്രട്ട് ആയിട്ട് കയ്യിൽ വെച്ചേക്കായിരുന്നു. ആരെങ്കിലും ഒരു മ്യൂസിക് ഇടോ? ഇത്തിരി ഒരു Sorry, we know already. Jerry. Sorry, it's already ഒരു comment എടുത്ത്. എന്നെ ചെറിയ ഡിമാൻഡ് അതൊക്കെ കൊടുക്കാം. അല്ല, അത് കീറരുത്. ജസ്റ്റ് റീഡ്. അവര് വായിച്ചെങ്കിലും മനസ്സിലാവുക. If you know this box, Both of you need to say same answer for at least 3 questions out of 5. ഒന്നുമില്ല, ഞങ്ങള് ഭയങ്കര നമ്മളൊന്നും പറഞ്ഞു. ഇതില് ജെറിയുടെ ആണ് ബോക്സ്. ഒരറ്റവും നമ്മൾ കൂട്ടിമുട്ടരുത് കേട്ടോ. തെറ്റിച്ച അടുത്ത ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എടാ ഒരു കളർ വെച്ചാൽ മതിയാ. സോ ഈ ഒരു ചാലഞ്ച് വളരെ ഫണ്ണായിരുന്നു കേട്ടോ. കാരണം 5 ക്വസ്റ്റ്യൻസിൽ അറ്റ്ലീസ്റ്റ് 3 എങ്കിലും അവർ കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ അവർക്ക് നെക്സ്റ്റ് ക്ലൂ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അവരെ ചുമ്മാ കളിയാക്കിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. കഴിഞ്ഞ 2 തവണ 3 തവണ തന്നെയാണ്. കുത്തിപ്പൊട്ടിക്ക് ആദ്യം തന്നെയുണ്ട്. കേൾക്കുന്നില്ല. We have got anything to reveal. Better find black one. ബ്ലാക്ക് ബലൂൺ ഉണ്ട് നമുക്ക്. സോ ബ്ലാക്ക് ബലൂൺ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓക്കെ, ഇതോടുകൂടെ നമുക്ക് സംഭവം അറിയാൻ പറ്റും. കാരണം ബ്ലാക്ക് ബലൂണിൻ്റെ ഉള്ളിൽ പിങ്ക് ഓർ ബ്ലൂ ഉണ്ടാവും. അത് കുത്തിപ്പൊട്ടിക്കുമ്പോൾ സംഭവം അറിയാം. പക്ഷേ അതിന് ട്വിസ്റ്റ് ആയിരുന്നു. കാരണം പിങ്കും ബ്ലൂ ഉണ്ടായിരുന്നു. ഒരു ക്ലൂ വീണ്ടും ഞാൻ നിലത്തോട്ട് നോക്കി എന്റെ കണ്ണിന്
ഇല്ല, 2 കളറുണ്ട് ഇതില്. Slow down, boy. I think that cake over 3 knows. Or something. കേട്ടില്ല എന്നതാ? ഞാൻ വായിക്കാം. ആ Slow down, boy. I think that cake over there knows something. Oh my God. സോ ഇത് നമ്മൾ ആദ്യം കണ്ട കേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ 7 ക്ലൂ കഴിഞ്ഞിട്ട് ഈ ഒരു കേക്കിലേക്ക് എത്തിയപ്പോൾ എവ്രിബഡി വാസ് ലൈക്ക് ഓക്കെ ഇത് കട്ട് ചെയ്യുന്നു സംഭവങ്ങളായിരുന്നു. പക്ഷേ അവിടെയാണ് വീണ്ടും ട്വിസ്റ്റ്. ഇത് ഡമ്മി കേക്കായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയും ആ ഒരു പ്രാങ്ക് ശരിക്ക് അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവര്. ഡമ്മി കേക്കായിരുന്നു. ഞാൻ പറഞ്ഞത് ആ പേപ്പറൊക്കെ മേടിച്ചാൽ മതി. യാതൊരു കാര്യമില്ല. സോ ശരിക്കും ഒരു ട്രഷർ ഹണ്ടിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് നമ്മുടെ ഫസ്റ്റ് ജെൻഡർ റിവീൽ പാർട്ടിയാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും. അപ്പോൾ എവ്രിബഡി വെർ ലൈക്ക് ഈക്വലി എക്സൈറ്റഡ്. അത് ഇവർ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് 8 ക്ലൂസ് ആൻഡ് ഫൈനലി ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേക്കൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയുടെ ഇങ്ങനെ മുൾമുനയിലായിരുന്നു. ആൻഡ് വി വർ വെയിറ്റിംഗ് ആൻഡ് വെയിറ്റിംഗ് ടു സീ ഇഫ് ഇറ്റ്സ് എ പ്രാങ്ക് ഓർ നോട്ട്. It's a boy. ബ്ലൂ തന്നെ കഴിച്ചോ? എനിക്ക് ബ്ലൂ ലൈക്ക് ബോയ് ആണ്. ഓക്കെ സോ ഒരു 2 വാക്ക്. ബോയ് ആണ്, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ തൊട്ട് ആള് പറഞ്ഞുകൊണ്ടിരുന്നത് ബോയ് ആണ്. എടാ ചെറുക്കാന്ന് വിളിച്ച വർത്താനം പറയുള്ളായിരുന്നു. എന്താണേലും അങ്ങനെ പറയുള്ളായിരുന്നു ഇതുവരെ. അപ്പം ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോഴും പറഞ്ഞു ബോയ് തന്നെയാണ്, ഉറപ്പാണ്. ഇന്ന് രാവിലെ മാത്രമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി വല്ല പറയണമെങ്കിലോ ഇനി വിളിച്ചെല്ലാം മാറ്റി വിളിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഈ പരിപാടി ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞില്ല ബലൂൺ പൊട്ടീര് ഇതൊക്കെയായിരുന്നു. ഇത് ഭയങ്കര ത്രില്ലിങ് ആയിപ്പോയി, ഒട്ടും പ്രതീക്ഷിക്കാതെ. കാരണം ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങള് ജോഷ്ണേനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു, എന്തെങ്കിലും സാധനം വേണേൽ നമ്മുടെ സൈഡിൽ നിന്ന് വാങ്ങിക്കാം, എല്ലാ ഡെക്കറേഷൻ ഉള്ളതൊക്കെ. ജോഷ്ണ വന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി മരിച്ചു വിട്ട് നിൽക്കും പോലെ ഷോപ്പിങ്ങിന് പറഞ്ഞിട്ട് എനിക്കറിയില്ല എനിക്ക് രീനീഷ ചേച്ചിയോട് ഡിസ്കസ് ചെയ്യാണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. വീട്ടിൽ പോലും വരാറില്ലായിരുന്നു, എങ്ങാനും അവളുടെ വായിന്ന് വീണ് പോയാലോ എന്നും വിചാരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പിന്നെ 2 പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു വരുത്തി. പേര് കണ്ടുവെച്ചിട്ടുണ്ടോ? പേര് ഇനി അങ്ങോട്ട് പേര് കണ്ടുപിടിക്കേണ്ട നാളുകൾ. ഫോക്കസ് മൊത്തം പിന്നെ ഇതുപോലെ വന്ന് കൂടി എല്ലാവർക്കും സന്തോഷം. എല്ലാരോടും ഇവരാണേലും ഒരുപാട് കഷ്ടപ്പെട്ട് ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം വിളിച്ച് പറഞ്ഞ് നീ പൊക്കി പറയാറില്ല ഇനി ഫുഡ് കൊള്ളില്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു പരിപാടിയുടെ കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് ആൽബുചേട്ടനാണ്. ആൽബുചേട്ടന്റെ ഒരു ചേച്ചിയുടെ ആങ്ങളയുടെ അല്ലേ അതുപോലെ ജെൻഡർ റിവീലില് പിന്നെ ഒരു കാര്യം ഈ പ്രഗ്നൻസി ഓബിയസ്ലി കുറെ ക്രേവിങ്സ് ഉണ്ടായിരിക്കും. അതുപോലെയുള്ള കുറെ ക്രേവിങ്സിനെ അടക്കി നിർത്തിയത് ഇവരുടെ അവിടെ ഞങ്ങൾ പോയായിരുന്നു. മസാല ദോശ, രസവട അങ്ങനെ കുറെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ മാഷ്ഡ് പൊട്ടറ്റോ ആയിട്ട് ജ്യോതി ചേച്ചിയുടെ കുറെ ഫുഡ്, പിന്നെ ലാസ്റ്റ് മീൻകറി വരെ സൂപ്പർ ആയിരുന്നു. പിന്നെ മോമോസ് എനിക്ക് ഭ്രാന്തായിരുന്നു, അത്രയ്ക്ക് കിട്ടാനില്ലാന്ന് പറഞ്ഞിട്ട് ഇവള് ഉണ്ടാക്കി തന്നു. പിന്നെ ജോഷ്ണയുടെ മസാല ദോശ, ജോഷ്ണയും നല്ല അതുപോലെ പാൽക്കപ്പ അങ്ങനെ കുട്ടികൾക്കൊന്നും ഒരു കുറവുമില്ലാണ്ട് വലിയ കായക്കാർ ഇതുവരെ പോകുന്നു. ഇതുപോലെ മുമ്പോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ അടുത്ത കലാപരിപാടിയിൽ ഓക്കെ.
ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുമ്പോൾ പ്രണയിനി നിൻ സന്ധ്യകളും നീലമിഴിതളുകളും. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മാളു എങ്ങനെയുണ്ട് ബിരിയാണി? ചിക്കൻ കാൽ കടിച്ചു പറിക്കുന്നു. കുമ്പിടി കുമ്പിടി. 1, 2, 3 It's a ball! 2, 3 It's a ball! So all together it was such a lovely evening. നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. സ്പെഷ്യൽ താങ്ക്സ് ടു മാളു ആൻഡ് അളിയൻ ഫോർ ഇൻവൈറ്റിംഗ് us over. നമ്മൾ ആദ്യമായിട്ട് അവരുടെ ഫ്രണ്ട്സിനെ കാണുകയാണെങ്കിൽ പോലും നമുക്കങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. ദേ വർ ഓൾ വെരി വാം ആൻഡ് വെൽക്കമിങ്. പിന്നെ സ്പെഷ്യൽ ക്രെഡിറ്റ് ഗോസ് ടു ലിനീഷ ആൻഡ് ജോഷ്ന ഫോർ പ്ലാനിങ് ഇറ്റ് ആൻഡ് എക്സിക്യൂട്ടിങ് ഇൻ എ ഫാന്റാസ്റ്റിക് വേ. ശരിക്കും നമ്മൾ ഈ ഒരു ജെൻഡർ റിവീൽ തറോലി എൻജോയ് ചെയ്തു. പിന്നെ ഒന്നും കൂടെ അളിയനും മാളുവിനും വേണ്ടിയിട്ട് കൺഗ്രാറ്റുലേഷൻസ്. വി കാൻ വെയിറ്റ് ടു സീ ദ ലിറ്റിൽ പ്രിൻസ്. അങ്ങനെ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വ്ളോഗിൽ. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഓൾമോസ്റ്റ് 3 മണിയായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വേഗം കാണാം. അതുവരയ്ക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.